ഹലോ ഗായ്സ്, എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഗെറ്റ് അൺറെഡി വിത്ത് മീ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. പക്ഷേ എനിക്കിതിന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ എന്താണെന്നൊന്നും സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതോടൊരു ആഗ്രഹവും ആവും, എന്നാൽ ഇങ്ങനൊരു ട്രെൻഡും ആവും എന്ന് വിചാരിച്ചു. സോ ടുഡേ ഐ എം ഗോയിങ് ടു ടെൽ യു ഹൗ ഐ ഗോട്ട് ഇൻ ടു മൈ സ്കിൻ കെയർ റുട്ടീൻ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ പാട്ടിനും ഡാൻസിനും ഒക്കെ പോകുമായിരുന്നു. 2ാം ക്ലാസ്സിലെ ഫാൻസി ഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു നേഴ്സായിട്ട് അഭിനയിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ഡയലോഗൊന്നുമില്ല, ചുമ്മാ പോയി നിന്നാൽ മതി. അന്ന് ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് വാ തുറക്കാനോ വെള്ളം കുടിക്കാനോ ബ്രെഡ് കഴിക്കാനോ കൂട്ടാക്കാതെ വായ അടയ്ക്കാണ്ട് പിടിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എപ്പോൾ മുഖത്ത് എന്തിട്ടാലും ഒരുപാട് വിയർക്കുന്ന ഒരു ഫേസ് ആയിരുന്നു എൻ്റെ. ഐ ഹാവ് നെവർ അപ്ലൈഡ് എനിത്തിങ് ഇൻ മൈ ടീനേജ്. അവിടെയൊന്നും ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പിൽക്കാലത്ത് ഇൻ മൈ ലേറ്റ് 20s ഐ സ്റ്റാർട്ടഡ് ഇൻ ടു ദ സ്കിൻ കെയർ റുട്ടീൻ. ഫസ്റ്റ് ടൈം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സൺസ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടർ ഷെയ്ക്സിൻ്റെ ടേമറിക് കോണ്ടൻ്റ് ഉള്ള ഒരു സൺസ്ക്രീനാണ്. ആൻഡ് നൗ ഐ യൂസ് കൊറിയൻ സൺസ്ക്രീൻ ബ്യൂട്ടി ഓഫ് ജോസൺ. സോ ഇന്ന് ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് സം കൺസീലർ ആൻഡ് സം ഐലൈനർ ആൻഡ് സം ഐ ഷാഡോ. എൻ്റെ എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഐ യൂസ് മൈ ഫേസ് വാഷ് ടു വാഷ് മൈ സ്കിൻ. ആൻഡ് ദെൻ നൗ ഐ എം ട്രൈങ് ടു അപ്ലൈ എ സ്നെയിൽ മ്യൂസിൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ഭയങ്കര ഒരു നമ്മൾ പ്രത്യേകിച്ച് ഒരു വിൻ്റർ ക്ലൈമറ്റിലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ സ്കിൻ നന്നായിട്ട് റെജുവനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര ഒരു സ്ലൈമി കൺസിസ്റ്റൻസിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ആൻഡ് ഓൾസോ ആക്നെ പ്രോണും കൂടെ ആയതുകൊണ്ട് ഇതൊരു എക്സ്റ്റെൻറ്റ് വരെ എൻ്റെ ആക്നെ സ്കാർസ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ മടിച്ച് നിൽക്കുന്ന ഒരാളാണ്, അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൻ്റെ ഈ ഒരു നാച്ചുറൽ ആ ഒരു ലുക്ക് പോയി കിട്ടും എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ യു. നമ്മുടെ സ്കിന്നിൽ എന്ത് ചേരും ചേരണ്ടെന്നൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് വേണോ വേണ്ടിയും തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ എക്സ്പെരിമെൻറ്റ് സംതിങ് ഓൺ യുവർ സ്കിൻ ആൻഡ് ഫൈൻഡ് വാട്ട് ഈസ് വർക്കിംഗ് ഫോർ യു. അല്ലാതെ വേറൊരു ആൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത് കേട്ട് ഒരു പ്രൊഡക്റ്റ് പോയി വാങ്ങരുത്. ഫസ്റ്റ് യൂസ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. അങ്ങനെ ഞാൻ ആഡ് ചെയ്തെൻ്റെ സ്കിൻ കെയർ റുട്ടീനിലുള്ള അടുത്തൊരു പ്രൊഡക്റ്റാണ് സ്നെയിൽ മ്യൂസിൻ്റെ തന്നെ ഓൾ ഇൻ വൺ ക്രീം. ഇത് ഇസ് എങ്ങനെ മോയ്സ്ചറൈസർ ടു ഡബിൾ ലോക്ക് യുവർ മോയ്സ്ചർ കണ്ടൻറ്റ് ഓൺ യുവർ ഫേസ്. എല്ലാം നന്നായിട്ട് നമ്മളൊന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് വരെ ഒന്ന് ജസ്റ്റ് വളരെ മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സോ എല്ലാ ഗേൾസിനും പറയാനുണ്ടായിരിക്കും അവർ സ്കിൻ കെയർ തുടങ്ങി അവരുടെ ആ ഒരു ഏജും അവർ ആദ്യമായിട്ട് മേടിച്ച ആ പ്രൊഡക്റ്റും അല്ലെങ്കിൽ അവരത് ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങും ഒക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും അല്ലേ. കമൻറ്റ് ബിലോ ഓൾ യുവർ ലവിങ് മെമ്മറീസ് റിഗാർഡിങ് യുവർ സ്കിൻ കെയർ, യുവർ ഫൺ ഗെറ്റ് റെഡി വിത്ത് മീ ചാറ്റ് ടൈം വിത്ത് യുവർ ഗേൾസ്. അങ്ങനെ നിങ്ങളുടെ എല്ലാ ഗുഡ് മെമ്മറീസും ഷെയർ ചെയ്യും. സോ ഇറ്റ് ഈസ് മൈ ബെഡ് ടൈം. സോ ഞാനിനി പോയി നല്ല പോലെ വെള്ളം കുടിക്കും. ബിഫോർ മൈ ബെഡ് ടൈം ഐ നോർമലി ഡ്രിങ്ക് എനഫ് വാട്ടർ. Then I go to bed. So have a good night. See you with something different. എന്തായാലും ഇതെൻ്റെ ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. ഈ പരിപാടി ഉണ്ടാവില്ല. ബൈ.